കർത്താവിൻ്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ്. ഒന്നാം പാഠം എന്താണ്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ലക്ഷ്യം ഫിക്സ് ചെയ്യാൻ പറയും. നിൻ്റെ യുഎസ്, നിൻ്റെ കാനഡ, നിൻ്റെ അമേരിക്ക, നിൻ്റെ ന്യൂസിലൻഡ് അല്ല, അത് ആലപ്പുഴ വരെ പോടെ പോലെ ഇരിക്കും. ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട്. അതാണ് വി ആർ ഗോയിങ് ടു ജെറുസലേം. എന്ത് ജെറുസലേമാണ്? സ്വർഗീയ ജെറുസലേമാണ്. ആ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിന് നീ എക്വിപ്ഡ് ആണെന്ന് ചോദിക്കോ? എന്താണ്? എന്നെ അനുഗമിക്കേണ്ടി വരും. എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ എവറസ്റ്റിലൊക്കെ പോകുന്ന ആൾക്കാരെ, കയറുന്ന ആൾക്കാരെ, ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ഇപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക്, പോകുന്ന വഴിക്ക് 8000 അടി കയറണ്ടേ? അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട്, ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി. അപ്പോൾ ടെൻസിങ്ങിനെ എന്തിനാ കൂട്ടിയത്? ഹിലാരി കൂട്ടാൻ കാര്യം എന്താ? ടെൻസിങ് ഈ മല കണ്ട് വളർന്ന ആളാണ്. അയാൾക്ക് കയറി പരിചയമുണ്ട്. ആ നാട്ടുകാരനാണ്. ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെ കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. കടലിൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി പിടിച്ച ആൾക്കാരെ കൊണ്ടുപോകാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ടെൻസിങ്ങിനെ കൂട്ടിയാണ് ഹിലാരി പോണത്. Everest conquered, the New Zealander Edmund Hillary got his first mail and congratulatory telegrams from George Lowe, a fellow countryman and expedition colleague. Just 35 miles from Kathmandu, capital of Nepal, Hillary and Tenzing were welcomed and congratulated by their fellow members of the expedition. And what a bewildering experience it must all be for the Sherpa Tenzing. പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറിയ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട്. ഇടക്കിടക്ക് അസ്ഥി വജ്രാർ കിടപ്പുണ്ട്. ചിലത് അഴുകിയിട്ട് പൊടിയില്ല. എവറസ്റ്റിൻ്റെ കൊടുമുടിയിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട്. എന്താ കാര്യം? നല്ല തണുപ്പാണ്. 0 വന്നിട്ട് -60 വരെ കിടപ്പുണ്ട്. അതിവിടെയൊക്കെ കിടക്കുന്ന ഡെഡ് ബോഡി, അഴുകത്ത് പൊടിയില്ല, അങ്ങനെ കിടക്കുകയുണ്ട്. വർഷങ്ങളെ കിടക്കുന്നവരുണ്ട്. ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ചില സമയത്ത് ഹോൾട്ടാകാൻ സാധ്യതയുണ്ട്, പരിചയമില്ലെങ്കിൽ. ഇപ്പം സായിപ്പന്മാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം. ഒരു 10,000-3000 അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ, പിന്നെ ഓക്സിജൻ വേണം. അപ്പോൾ വലിയൊരു യാത്രയ്ക്ക്, നിത്യതയ്ക്കുള്ള യാത്രയ്ക്ക് ഇടയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറയും. അതിനാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത്. കർത്താവ് വളരെ കാര്യം, കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിൻ്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട്. കുരിശിൻ്റെ ഒരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുമാണ് കുരിശ്.